എല്ലാവരും നമ്മളിപ്പോൾ ഭംഗി വാക്കായിട്ട് പറയും, എല്ലാം പോയാലും ജീവൻ കിട്ടിയല്ലോ എന്ന് പറയും. പക്ഷെ എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു ഭംഗി വാക്ക്. പക്ഷേ ഇതെല്ലാം പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക നമ്മളും കൂടി അതിലാണ്ട് പോയാൽ മതിയായിരുന്നു എന്ന് തന്നെയാണ് ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്നത്. കാരണം നമ്മളെ ഇപ്പോൾ വീടാണെങ്കിലും പിന്നെ അതല്ലെങ്കിൽ ഒരു വണ്ടിയാണെങ്കിൽ അതൊക്കെ നമ്മളൊരു ആയുസിൻ്റെ ഒരു ഇതാണ്. ഒരു ജീവിതകാലം മുഴുവൻ ഇത്രയും കാലം ഉണ്ടാക്കി സമ്പാദിച്ച ഒരു സംഭവമാണ് ഒരു വീടൊക്കെ. അതൊക്കെ പോവുക അറിയുമ്പോൾ എന്തായാലും എത്ര വലിയ പൈസക്കാരനായാലും ഒരു വിഷമം തന്നെയാണ്. സീറ്റിട്ട പേരാണ്, അതിൽ 3/4 ഭാഗം വെള്ളം കയറി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മുട്ടുസൂചി വരെ നമുക്ക് കിട്ടില്ല. ഈ ഇട്ടുകൊടുത്ത ഒരു ഡ്രസ്സല്ലാതെ. ഹായ്, ഹലോ, നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാഡ് വൈബ്സ് ചാനൽ. വളരെ സങ്കടകരമായുള്ളൊരു അവസ്ഥ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കണ്ടൊരു റീൽ. ഒരു വ്യക്തി പറയുന്നുണ്ട്, നമ്മളെല്ലാവരും പറയുന്നുണ്ട്, ഓക്കെ, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, ഭാഗ്യം, ഇനി അവരെ ഇനി മുന്നോട്ട് ലൈഫിലോട്ട് നമ്മൾ കൊണ്ടുവരണം, എല്ലാം ഇതൊരു മോട്ടിവേഷൻ ടോക്കാണ്. പക്ഷേ ഒന്ന് പേഴ്സണലി ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ഉറ്റവരും ഉടയവരും വിട്ടുപോയിട്ട് നമ്മൾ മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾക്ക് എന്താ ലിറ്ററലി തോന്നുക? എന്നെയും കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നോ? എന്തിനാ പിന്നെ എന്നെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇട്ടിരിക്കുന്നത്? കാരണം അവർക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല, അവരുടെ വീടില്ല, അവരുടെ കൂടപ്പിറപ്പുകളില്ല, അവരുടെ ആരുമില്ല, അവരുണ്ടാക്കിയത് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ടറിയും. എല്ലാവരും പറയും ലൈഫാണ്, മുന്നോട്ട് പോകണം എന്നുള്ളത്. പക്ഷേ ഇൻ റിയാലിറ്റി യെസ്, ലൈഫാണ്. നമ്മുടെ മരണം നമ്മളെ കൊണ്ടുപോകുന്നവരെ നമ്മൾ ആര് കൂടെയുണ്ടെങ്കിലും കൂടെയില്ലെങ്കിലും ജീവിക്കണം എന്നുള്ളത് ഒരു ടഫസ്റ്റ് റിയാലിറ്റി പാർട്ടാണ്. പക്ഷേ ഇമോഷണലി സെൻറ്റിമെൻ്റലി കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരായ നമ്മുടെ വേണ്ടപ്പെട്ടവരും മുറ്റവരും പോകുമ്പോൾ ഇനി ആർക്കു വേണ്ടി എന്നുള്ളൊരു ചോദ്യം വരും. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു. ലൈക്ക് ഒരാള് അയാളുടെ വീടിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വച്ചിരുന്ന അയാളുടെ കഷ്ടപ്പാടിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പം പ്രശ്നം വന്നപ്പോൾ, അതായത് ഈ ഉരുൾപൊട്ടൽ വിഷയം വന്നപ്പോൾ എല്ലാവരെയും തൂക്കിയെടുത്ത് അയാൾ ഹെൽപ്പ് ചെയ്തെങ്കിലും അയാളുടെ മനസ്സിൽ ആ വീടിൻ്റെ അടിയിൽ ആ സംഭവങ്ങൾ സേഫ് ആണെന്നാണ്. പിന്നെ വന്ന് എടുക്കാമെന്നായിരുന്നു. പിന്നെ JCB ഒക്കെ ഇതാക്കി എടുത്ത് കളച്ചു മറിച്ചെടുത്ത സാധനം വേറെ വഴിക്ക് പോയി. അപ്പോൾ അതിനെപ്പറ്റി അയാൾ സംസാരിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു, ജീവൻ കിട്ടിയില്ലേ എന്ന്. എടോ, ആ ഒരു അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. തുപ്പലിറക്കി ഓരോ സാധനങ്ങൾ കൂട്ടി വെച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ട് അത് പെട്ടെന്ന് ഇല്ലാതാകുമ്പോഴൊരു പെയിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ജീവൻ കിട്ടിയില്ലോ, ഇനിയും പൈസ ഉണ്ടാക്കാലോ എന്ന് ചോദിക്കാം. പൈസ ഇനിയും മുന്നോട്ട് ഉണ്ടാക്കാം, പക്ഷേ കൂട്ടി വെച്ച സംഭവങ്ങളൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇല്ലാതാകുമ്പോഴൊരു വിഷയം. ഈ ലോകത്ത് പൈസ ഇല്ലെങ്കിൽ പട്ടിക്ക് തുല്യമാണ്. പൈസയും അവനവൻ്റെതായ മുതലും കാര്യങ്ങളും ഇല്ലെങ്കിൽ പട്ടിക്ക് തുല്യമാണ്. പൈസ ഉള്ള ആൾക്കാരുടെ തോളത്ത് കൈയിട്ട് നടക്കാനും പൈസ ഇല്ലാത്ത ആൾക്കാരെ തോളെ തള്ളി താഴത്തേക്ക് ഇടാനും ഒന്നിനും കൊള്ളില്ല. അവനെ ഒന്ന് സഹായിച്ച് മുന്നോട്ട് എടുക്കാമെന്ന് ചിന്തിക്കാതെ അവനോട് മിണ്ടാൻ നിൽക്കണ്ട, ഇടപെടാൻ നിൽക്കണ്ട, വിളിക്കാൻ നിൽക്കണ്ട, കാണാനേ നിൽക്കണ്ട, അവനാകെ തീർന്നിരിക്കാൻ കേട്ടോ, സഹായിക്കാൻ നിൽക്കണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുകളുണ്ട്. അയാളുടെ കഠിനാധ്വാനത്തിന് എടുത്തു വെച്ച സാധനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായപ്പോൾ അയാളുടെ വിഷമം കാണിച്ചത് പല മലയാളീസിനും അല്ലെങ്കിൽ കേരളത്തിലുള്ള പല ആളുകൾക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിനെ കുറച്ച് കുന്തളിപ്പ് പറഞ്ഞു. അയാളാകെ തകർന്നിരിക്കുന്ന സമയത്താണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവിടെ റെസ്ക്യൂ ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുകൾക്ക് ബിഗ് സല്യൂട്ട്. ഒരു 10 പൈസ, ഒരു മണൽത്തരി പോലും അവരവിടെ നിന്ന് എടുത്തു മാറ്റുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ, സ്വർണം കിട്ടി, കുറേ കാശ് കിട്ടി, പേർപ്പസ് വാല്യുബിൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കിട്ടി. അതെല്ലാം വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്കുകയാണ് അവരതിൽ നിന്ന്. കാരണം അങ്ങനത്തെ ഒരു ശവന്തീനികൾ അല്ലെങ്കിൽ ഒരു മനുഷ്യത്തീനികളല്ല അവിടെ വന്നിരിക്കുന്ന റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്കും കഷ്ടപ്പാടും ദുരിതമൊക്കെയുണ്ട്, അവരും ഗതികെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ എന്താ പറയുക, ഇതിൽ നിന്ന് ഈ ഒരു ദുരിതാവസ്ഥയിൽ ആളുകളുടെ കണ്ണീരിൽ പെട്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ എടുത്ത് ജീവിക്കാൻ അവർ നോക്കിയിട്ടില്ല. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന കുറേ കള്ളന്മാർ, വീട് കുത്തി തുറന്ന്, ഏത് ഗതികെട്ടവനാണോ? എല്ലാവർക്കും അവസ്ഥകളുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഈ മോഷ്ടിച്ചവന്മാർ പറയണം ഗതികേടുകൊണ്ടാണ്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും നശിഞ്ഞ ഒരുപാട് ആൾക്കാരുടെ ആത്മാക്കൾ അവിടെ ഒരുപാട് മനുഷ്യരുണ്ട്. ചിലരൊക്കെ ആത്മാക്കളാണ്. എന്തൊരു ദുരന്ത അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പോലീസ് ഇതിന് വ്യക്തമായൊരു തീരുമാനം എടുക്കണം. അവിടെ നിന്ന് ആ ഭൂമിയിൽ നിന്നും ഓരോരുത്തരുടെ കണ്ണീരിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഏത് സംഭവമാണെങ്കിലും അവിടെയുള്ള റെസ്ക്യൂ ഓഫീസേഴ്സ് കറക്റ്റായിട്ട് ഓരോരുത്തരെ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കുന്നുണ്ട്. അതാണ് മാന്യത, അതാണ് വേണ്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറ്റി ഈ കള്ളന്മാരെ എടുത്ത് ലോക്കപ്പിലിടണമെന്ന് പറയണില്ല, നാട്ടുകാരുടെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഒരവസ്ഥ.